തിരുവനന്തപുരത്ത് എയർ ഗൺ ഉപയോഗിച്ച് സ്ത്രീയെ ആക്രമിച്ച കേസിൽ അന്വേഷണം ആറ്റിങ്ങലിലേക്ക് നീങ്ങുന്നു. അക്രമി എത്തിയത് ആറ്റിങ്ങലിൽ നിന്നെന്ന് സൂചന. ആറ്റിങ്ങലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു, ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസം നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ വെടിവെപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഈ അക്രമിയായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്ന ആൾ സഞ്ചരിച്ച വാഹനത്തെ പോലീസ് തെരഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി CCTV പരിശോധനകൾ ഈ ഭാഗത്തുൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വെടിവെച്ചതിന് ശേഷം അക്രമിയുടെ കാർ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്നതായിട്ടുള്ള സൂചനകൾ പോലീസിന് ഈ CCTV പരിശോധനയിൽ ലഭിക്കുന്നത്. അതിൽ ഈ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് ഈ ദേശീയപാത വഴി അടക്കം യാത്ര ചെയ്തിരിക്കുന്നത് എന്നാണ് നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. അതിനാൽ തന്നെ വിവിധ സംഘങ്ങളായി തെരഞ്ഞുകൊണ്ട് ഈ വാഹനം സഞ്ചരിച്ച വഴികളിലെ CCTV ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ഈ അക്രമിയായിട്ടുള്ള സ്ത്രീ ഈ വഞ്ചിയൂരുള്ള വീടും പരിസരവും ഒക്കെ ഇതിനു മുമ്പ് വന്നിട്ട് ഈ പരിസരത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമാണോ അതോ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും പേരിലാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത് എന്നതിനെ കുറിച്ച് നിലവിൽ ഇപ്പോൾ പോലീസിന് ഒരു കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല, നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതിന്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വ്യാജ നമ്പർ പതിപ്പിച്ച കാറിലാണ് അക്രമി സഞ്ചരിച്ചത് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോലീസ് ഈ വാഹനം സഞ്ചരിച്ച സ്ഥലങ്ങളിലെയൊക്കെ കടകളിലെ ഒപ്പം ജംഗ്ഷനിലെ പോലീസ് ക്യാമറകൾ ഉൾപ്പെടെ അങ്ങനെ പല ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലാണ് പല നിർണായക വിവരങ്ങളും പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൃത്യം നടത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ അക്രമി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതിന്റെ സഹായിയായിട്ട് ഉണ്ടായിരുന്ന ആൾ ആരാണെന്ന് കൂടി പോലീസ് തികയുന്ന സാഹചര്യമാണുള്ളത്. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യം ചെയ്യൽ ഈ ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യം ഉള്ളതായിട്ടോ ഈ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമുള്ള ആളുകൾ ഉണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ചെറിയ ഒരു സൂചന ഇപ്പോൾ അതിൽ ലഭിച്ചിരിക്കുന്നത്. വീണ, എന്തായാലും ഇന്നലെയാണ് ഈ തിരുവനന്തപുരത്ത് എയർ ഗൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ സ്ത്രീയെ ആക്രമിക്കാൻ ഒരുങ്ങിയത്. സ്ത്രീയെ ആക്രമിച്ച ഈ കേസിലാണ് അന്വേഷണം ആറ്റിങ്ങലിലേക്ക് നീങ്ങിയത്. അക്രമി എത്തിയത് ആറ്റിങ്ങലിൽ നിന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അഞ്ജു ജയപ്രകാശ്.